സ്വധർമ്മ ഇഹ ദേവമനഃസുധാംശു അവ്യക്തമേവ ഹൃദയാംബുജമംബുജാക്ഷ കുക്ഷിസമുദ്രനിവഹ വസനം തു സന്ധ്യേ ശേഭ പ്രജാപതിരസൗ വൃഷണൗ ച മിത്ര പൃഷ്ടന്ധ്വധർമ്മ ഇഹ ദേവമനഃസുധാംശു അവ്യക്തമേവ ഹൃദയാംബുജമംബുജാക്ഷ കുക്ഷി സമുദ്രനിവഹ വസനം തു സന്ധ്യേ ശേഭ പ്രജാപതിരസൗ വൃഷണൗ ച മിത്ര പൃഷ്ടം ത്വധർമ്മ ഇഹ ദേവ മനഃസുധാംശു അവ്യക്തമേവ ഹൃദയാംബുജം അംബുജാക്ഷ കുക്ഷിസമുദ്രനിവഹ വസനം തു സന്ധ്യേ ശേഭ പ്രജാപതിരസൗ വൃഷണൗ ച മിത്രൗ. ഭട്ടതിരിപ്പാട് നമുക്ക് ഭഗവാന്റെ അകവും പുറവും മുൻഭാഗവും പിൻഭാഗവും ഒരേപോലെ കാട്ടിത്തരണു. അതിൽ നിന്ന് പറയാതെ പറഞ്ഞു. എത്ര കാലം പറഞ്ഞാലും തീരാത്തതാണ് ധർമ്മസ്യ തത്വം. ധർമ്മസ്യ തത്വം നിഹിതം ഗുഹായാം. അത് ഗുഹയിൽ മറച്ചുവെച്ച ഒരു തത്വമാണത്രേ ധർമ്മതത്വം. ഇന്നേ വരെ ആർക്കും ഇതാണ് ധർമ്മം, ഇതാണ് ധർമ്മതത്വം എന്ന് പറയാൻ പറ്റിയിട്ടില്ല. അതുപോലെയാണ് ഭഗവാന്റെ മാർവിടത്തിലേക്ക് നോക്കിയാൽ ആ ധർമ്മത്തെക്കുറിച്ചുള്ള ഭാവന നമുക്ക് ഉൾക്കൊള്ളാം. ഭാഗവതത്തിലും മഹാഭാരതത്തിലൊക്കെ പറയുന്നുണ്ട്, ഭീഷ്മ പിതാമഹൻ തൻ്റെ മൂർത്ത അമ്പുകൾ ഭഗവാന്റെ മാറിടത്തിലേക്ക് അങ്ങനെ അയച്ചു. പാവം ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനൻ്റെ വണ്ടിക്കാരനായതുകൊണ്ട് ആ ശരങ്ങൾ മുഴുവനും അർജുനന് കൊള്ളാതിരിക്കാൻ തൻ്റെ മാറത്തെ ഏറ്റു. ഭഗവാന്റെ മാർച്ചട്ട പൊട്ടി ചോര ഒഴുകി. തൻ്റെ ഡ്രൈവറ്, വണ്ടിക്കാരൻ, തൻ്റെ സാരഥി ഇങ്ങനെ ചോരയിൽ മുങ്ങിക്കുളിക്കണ കണ്ടപ്പോൾ സഹിച്ചില്ല അർജുനന്. എന്നിട്ടാണ് അർജുനൻ പേമാരി ചൊരിഞ്ഞത് ഭീഷ്മരുടെ നേർക്ക്. എല്ലാം കഴിഞ്ഞ് ഭീഷ്മർ മരിക്കാൻ കിടക്കുമ്പോൾ ഭഗവാൻ അടുത്ത് ചെല്ലുമ്പോൾ ഭീഷ്മർ പറയാ, ഞാനയച്ച അമ്പുകളെ കൊണ്ട് അവിടുത്തെ മാറിടം മുറിഞ്ഞത് കാണാൻ എന്തൊരു ഭംഗിയായിരുന്നു എൻ്റെ കൃഷ്ണ എന്ന്. ഭഗവാൻ അവിടെയും ഒന്ന് പുഞ്ചിരിച്ചു ഭീഷ്മരുടെ മുഖത്തേക്ക് നോക്കിയിട്ട്. എന്താ അത്? അതാണ് ധർമ്മം എന്ന് പറഞ്ഞാൽ ധർമ്മത്തെ കീറി മുറിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും ആവേശപൂർവം അമ്പുകൾ അയക്കുന്നുണ്ട്. കൗരവന്മാർ അധർമ്മത്തെ കൂട്ടുപിടിച്ച് ധർമ്മപുത്രൻ്റെ നേർക്ക് അയച്ച അമ്പുകൾ ഓരോന്നും ഭഗവാനാകുന്ന ധർമ്മമൂർത്തി, ആ വിരാട് സ്വരൂപൻ തൻ്റെ മാറിടത്തിലേക്ക് സ്വീകരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ, അതുകൊണ്ട് തന്നെ പാണ്ഡവന്മാർ എന്ത് അധർമ്മം ചെയ്തിട്ടുണ്ടെങ്കിലും അതൊക്കെ ധർമ്മമാക്കേണ്ടുന്ന ചുമതല ശ്രീകൃഷ്ണനായിരുന്നു. അസത്യം പറഞ്ഞാൽ അത് സത്യമായിരിക്കാം. ഞാൻ ആയുധം എടുക്കില്ല എന്ന് സത്യം ചെയ്ത ഭഗവാൻ തന്നെ ആ വാക്ക് മാറ്റി ഭീഷ്മരെ കൊല്ലാനായി ആയുധം എടുത്തു അത്രേ. അപ്പോൾ ഏതാണ് ധർമ്മം ഏതാണ് അധർമ്മം എന്ന് സന്ദർഭോചിതം മനസ്സിലാക്കാം. അത് മനസ്സിലാക്കാതെയാണ് നമ്മളിന്ന് ധർമ്മം കൊട്ടിഘോഷിക്കുന്നത്. ഞാൻ ആ ധർമ്മമാണ് ചെയ്യണത്, ഞാൻ ഈ ധർമ്മമാണ് ചെയ്യണത് എന്നൊക്കെ പറയുന്നവർക്ക് പോലും യഥാർത്ഥത്തിൽ ധർമ്മം എന്തെന്നറിയില്ല. ധർമ്മം ഭഗവാന്റെ മാറിടത്തിൽ, അപ്പോൾ അധർമ്മമോ നേരെ വിപരീതം. ഈശ്വര വിമുഖന്മാരായി പിന്തിരിഞ്ഞു പോകുന്നവർക്കൊക്കെ അധർമ്മം മാത്രമേ സാധിക്കുള്ളൂ. അപ്പോൾ ഈശ്വര വിമുഖന്മാരായി പിന്തിരിഞ്ഞു പോകാതെ ധർമ്മത്തെ നേരിടാൻ, ധർമ്മത്തെ ഉൾക്കൊള്ളാൻ, ധർമ്മത്തിന് വേണ്ടി പൊരുതാൻ നമ്മൾ തയ്യാറാവണം എന്ന് ഈ കഥാംശങ്ങളൊക്കെ ഓർക്കാം. ഈ ഭാഗം ഭട്ടതിരിപ്പാട് വർണ്ണിക്കുന്നത് ഓർക്കുമ്പോൾ മനഃസുധാംശു, ആകാശത്ത് നിറഞ്ഞു നിൽക്കുന്ന ചന്ദ്രൻ്റെ ചന്ദ്രിക, ജ്യോത്സ്നാവത്യ, ലോകം മുഴുവനും മുക്കണത് നമ്മൾ കാണുന്നുണ്ട്. ജാതി മതങ്ങളില്ല ആ ചന്ദ്രദേവന്. അതേപോലെ സുധാംശു, മനുഷ്യൻ്റെ മനസ്സ് നിലാവ് പോലെ എല്ലാ വർണ്ണരാഹിത്യങ്ങൾക്കും അപ്പുറത്തുള്ളൊരു വർണ്ണവിരാജി ആയിട്ട്, വർണ്ണരാജി ആയിട്ട് ശോഭിക്കാറാവണം. അവ്യക്തമേവ ഹൃദയാംബുജമംബുജാക്ഷ, ഭഗവാന്റെ ഹൃദയം, പിന്നെ ഭഗവാന്റെ തിരുവയറ്, കുക്ഷി സമുദ്രനിവഹ. ഈ പ്രപഞ്ചം മുഴുവനും
ആ വയറിൻ്റെ ഉള്ളിൽ 14 ലോകങ്ങളും വയറിൻ്റെ ഉള്ളിലുണ്ട് അമ്മേ എന്ന് ഉണ്ണിയായിരിക്കുന്ന ശ്രീകൃഷ്ണൻ കാണിച്ചു കൊടുത്തു അത്രേ യശോദയ്ക്ക്. അത് തന്നെ അർജുനന് വളരെ വലുതായിട്ടും കാണിച്ചു കൊടുത്തു. കുക്ഷി സമുദ്രനിവഹ വസനന്തു സന്ധ്യേ, ഭഗവാന്റെ പീതാംബരവും നീലാംബരവും സന്ധ്യാസമയവും രാത്രി സമയവും മാറി മാറി അണിയുന്നു എന്ന് കാണാം. ശേഭ പ്രജാപതിരസൗ വൃഷണൗച മിത്രവും, സൃഷ്ടിക്കുള്ള അവയവങ്ങൾ ഭഗവാൻ സ്വയം സ്വീകരിച്ച് പ്രപഞ്ച സൃഷ്ടിക്ക് പ്രചോദനം നടത്തുന്നതും ഭട്ടതിരിപ്പാട് ഈ ശ്ലോകങ്ങളിൽ കൂടെ വർണ്ണിക്കുന്നു.